ഹലോ, എല്ലാവരും ഭയങ്കര പണിയിലാണല്ലോ. നിങ്ങളെല്ലാവരും എവിടുന്നാണ് വരുന്നത്? സയൻസ് സ്കൂള് തൃപ്പൂണിത്തറ. ഇതെന്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്? NSS സ്കൂളിലെ NSSൻ്റെ യൂണിറ്റാണ്. നിങ്ങൾക്കിവിടെ എന്താ ക്യാമ്പ് നടക്കുകയാണ്? എത്ര ദിവസത്തെ ക്യാമ്പാണ്? 7 ദിവസം. ഇന്ന് എത്രാമത്തെ ദിവസമായി? രണ്ടാമത്തെ ദിവസം. നിങ്ങൾ എത്ര പേരെ ഇവിടെ ഈ ഒരു പരിപാടി സ്കൂളിൽ നിന്ന് ഒത്തിരി കുട്ടികൾ വന്നിട്ടുണ്ടോ? 20 പേര്? 29. ഇപ്പം ബാക്കിയുള്ളവരൊക്കെ എവിടെയാ? വേറെ പണിയിലാണ്. നിങ്ങൾ ഇവിടെ ഇതിപ്പോൾ നിങ്ങളിവിടെ എന്താ പൂന്തോട്ടം ഉണ്ടാക്കുകയാണ്? എന്താ ചെയ്യുന്നത് ഇവിടെ? ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. പേര് ഹരിതോദ്യാനം എന്ന് കണ്ടപ്പോൾ ഞാൻ വെച്ചിനി എന്തെങ്കിലും പൂന്തോട്ടം എന്തെങ്കിലും അങ്ങനെ അല്ല. പേരെന്താന്ന് പറയാമോ? വിഷ്ണു. ഏത് ക്ലാസ്സിലാ? +1. മോൻ എന്താണ്? ഫായിസ്. എത്ര ക്ലാസ്? +1. ആദിത്യൻ +1. ശ്രീഹരി +1. ആദർശ് +1. നിങ്ങളുടെ കൂടെ എത്ര ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്? മാറി ഡ്യൂട്ടി. ഓരോ ദിവസം ഓരോ ടീച്ചേഴ്സ് വരും അല്ലേ? ഇപ്പോൾ ഇന്ന് എത്ര പേരുണ്ടെന്നറിയോ? 4-5 പേരുണ്ട്. ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഈ പണി കഴിഞ്ഞാൽ നിങ്ങളുടെ അത് പെയിൻ്റ് അടിക്കും അല്ലേ? അത് നിങ്ങൾ തന്നെ ചെയ്യുന്നതല്ല? ഇതെല്ലാം ഓരോ ഇരിപ്പിടങ്ങളായിട്ട് മാറ്റുമോ? ശരി. വേറെ എന്തൊക്കെയാണ് ഇവിടെ നിങ്ങളുടെ NSSൻ്റെ സർവീസായിട്ട് നിങ്ങൾ ചെയ്യുന്നത്? സ്കൂൾ വൃത്തിയാക്കും. അത് ഈ 7 ദിവസത്തിനുള്ളിലുള്ള പരിപാടിയാണോ അതൊക്കെ? ഓരോ ദിവസം ഓരോ ആക്ടിവിറ്റീസ്. ഓക്കെ. ഇഷ്ടമാണോ ഇതൊക്കെ ചെയ്യാൻ? കാരണം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മൊബൈലിൽ കളിച്ചിരിക്കുന്ന പിള്ളേരാണല്ലോ. നിങ്ങളങ്ങനെയൊന്നും ഇല്ല? ഇതിലുള്ളതാണോ? എന്താ പേരെന്താ മോൻ്റെ? സുഹൈൽ. +1 തന്നെയാ? ഓക്കെ. നിങ്ങൾ ടീച്ചറ് ഇവരെ കൊണ്ട് വന്നതായിരിക്കും സ്കൂളിൽ നിന്നല്ലേ? NSSൻ്റെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട്. ടീച്ചറുടെ പേരെങ്ങനെയാണ്? മഞ്ജു. ഏത് ക്ലാസ്സിൽ? എക്കണോമിക്സ് +1 +2 പഠിപ്പിക്കുന്നു. എല്ലാവരും വന്നല്ലോ. അവിടുത്തെ പണി കഴിഞ്ഞിട്ട് വന്നവരായിരിക്കും അല്ലേ? ശരി. എത്ര അധ്യാപകർ ഇന്നുള്ള ടീച്ചറെ? 5 പേരുണ്ട്. 28 കുട്ടികൾ. സെൽഫ് ഫിനാൻസിങ്ങിൽ പോണ ക്യാമ്പാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നുമില്ല. ഗവൺമെൻറ് പറഞ്ഞിട്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അപ്പം നിങ്ങൾക്ക് സ്പോൺസേഴ്സിനൊക്കെ കിട്ടിയായിരുന്നോ? ടീച്ചേഴ്സ് അതെ. എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമല്ലേ പറ്റുള്ളൂ. പ്രത്യേകിച്ചും ഗവൺമെൻറ് സ്കൂളല്ലേ നിങ്ങളുടേത്? ഗവൺമെൻറ് സ്കൂളാകുമ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് സഹായം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. സ്കൂളിൽ നിന്ന് ഫണ്ട് അനുവദിക്കണമെങ്കിൽ ഗവൺമെൻറ് അനുവദിച്ചാലല്ലേ പറ്റുള്ളൂ അല്ലേ? ടീച്ചറിൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സിന്ധു. ടീച്ചർ ഏതാ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത്? സംസ്കൃതം ടീച്ചറാണ്. ശരി. സ്കൂളുകൾ +2 വരെയുള്ള സ്കൂളാണോ? ശരി. ടീച്ചർ ഇപ്പോൾ ടീച്ചർ ഇന്ന് ആദ്യമായിട്ടാണോ വന്നത് ഇത് ഇവരുടെ കൂടെ? അതോ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരുടെ കൂടെ ഉണ്ടാവുമോ? അതോ വേറെ ഓരോരുത്തരും മാറി ഡ്യൂട്ടി? ശരി. അപ്പോൾ അങ്ങനെ എല്ലാ ടീച്ചേഴ്സും ഇതിൽ ഭാഗമാവും അല്ലേ? ഓക്കെ.
ഞാൻ ഇവരോട് ചോദിക്കുമായിരുന്നു നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടായിട്ടാണോ, കാരണം പിള്ളേരൊക്കെ ഇപ്പം മൊബൈലൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു കാലം. പക്ഷേ ഇതുപോലെ ലൈഫ് സ്കിൽസ് അറിയണമല്ലോ. അതെ, അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല കുട്ടികൾ അറിയേണ്ടത്, ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം. അതെ, അവർക്ക് പലതരത്തിലുള്ള സ്കില്ലുകൾ ജീവിതത്തിൽ ആവശ്യമാണ്. എന്തോ അറിയില്ല കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു പരിശീലനം കൂടിയാണ്. പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ NSSൽ ചെയ്യുന്നത്. 7 ദിവസം കൊണ്ട്, നേരത്തെ 10 ദിവസമായിരുന്നു NSS. 10 ദിവസം 7 ദിവസമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. 7 ദിവസം കൊണ്ട് അവർ പല തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, ഒരു കൂട്ടായ്മയായിട്ട്. ഇപ്പോൾ ഇവർക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട് ആരാണ് വരുന്നത്? ക്ഷണിക്കപ്പെട്ട ആളുകളാണ് വന്ന് ക്ലാസ് എടുക്കുന്നത്. ഏത് സബ്ജക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകം വിഷയങ്ങൾ NSS മുകളിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനുള്ള ആൾക്കാർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ടീച്ചർ, താങ്ക് യു. ഇതെപ്പോൾ തുടങ്ങി പരിപാടി ചെയ്ത് ഇവിടുത്തെ? കുറേ നേരമായി. ശരി. അത്യാവശ്യം ഒരെണ്ണം നിങ്ങളുടെ നമുക്ക് ഗവൺമെൻറ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ സംസ്കൃത സ്കൂളിൽ ഒരുപാട് പരിമിതികളുണ്ട്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പ്യൂരിഫയർ ഇല്ല സ്കൂളിൽ. ഒരു വാട്ടർ പ്യൂരിഫയറിന് ആവശ്യം. ഇപ്പം എങ്ങനെ കുട്ടികൾ വെള്ളത്തിൻ്റെ തിളപ്പിച്ച് വെള്ളം കുട്ടികളോട് കൊണ്ടുവരാൻ പറഞ്ഞു. ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ഞങ്ങൾ രാവിലെ ഒരു വലിയ ചരുവം വെള്ളം തിളപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവരും, പക്ഷേ പലപ്പോഴും അത് തികയാതെയൊക്കെ വരുമ്പം അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഹൈസ്കൂളിലുണ്ട് വാട്ടർ പ്യൂരിഫയർ, അവിടെ പോയി കുട്ടികൾ ബോട്ടിൽ കൊണ്ടുപോയി കളക്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പ്രൊമൈസസിൽ ഇതുണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് അതിനുള്ള സഹായം ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. അത് എത്ര കുട്ടികളുണ്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പിന്നെ സാറിനെ അറിയിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, തീർച്ചയായിട്ടും നടക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും, കൂടെ സഹകരണം ഉണ്ടാവും.